താനിത് എവിടെ പോയായിരുന്നു? എന്റെ വീട്ടിൽ വരെ അമ്മയൊന്ന് കാണാൻ. ഗൂഗിൾ പേടിക്കണ്ട, അവരുടെ മുമ്പില് ഞാൻ അർച്ചനയല്ല, ഐഷ്യ. അമ്മേ, എന്താ മോളെ കാണിക്കുന്നേ? കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഓടും ചാടുമൊന്നും ചെയ്യരുതെന്ന് ഡോക്ടറുകൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഗൗരി മോളെ നിയന്ത്രിക്കാനും അനുസരിപ്പിക്കാനും ഒക്കെ തന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ഞാനോ അമ്മയോ ശിശിരിയോ പറയുന്നൊന്നും അവള് കേൾക്കില്ല. മോളെ ഇങ്ങനെ കുസൃതി കാണിക്കരുത് കേട്ടോ. അച്ഛമ്മ അച്ഛനും ശിശിരാന്റിയും പറയുന്നൊക്കെ കേൾക്കണം. ഇല്ല, ഞാൻ അമ്മ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. അങ്ങനെ പറയല്ലേ മോളെ. ഡോക്ടർ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഓടിച്ചാടി നടന്നാലേ എന്റെ മോൾക്ക് ചിലപ്പോ അസുഖം വീണ്ടും വന്നാലോ. അതുകൊണ്ട് എല്ലാരും പറയുന്ന കേൾക്കണം, എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം. അമ്മ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല, അല്ലേ അച്ഛാ? ആ അതെ, കണ്ടില്ലടോ, ഇതാ അവളുടെ ആറ്റിറ്റ്യൂഡ്. ഞങ്ങളെ ഒന്നും അവൾക്ക് വേണ്ട, തന്നെ മാത്രം മതി. മോക്ക് ചായ എടുക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ വന്നെടുത്തോളാം. വാ മോളെ. നിനക്ക് ഞങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും തല കയറിയില്ലേ മോനെ? ഇനി അർച്ചനയോട് ഒരു അന്യ സ്ത്രീയെ പോലെയുള്ള പെരുമാറ്റം നീ മാറ്റണം, മാറ്റിയേ പറ്റൂ. സച്ചിയുടെ ഭാര്യ അർച്ചന എനിക്കൊരു അന്യ സ്ത്രീ തന്നെയല്ലേ അമ്മേ? അമ്മേ, അവൾ ഇപ്പോഴും നിയമപരമായി സച്ചിയുടെ ഭാര്യയാണ്. ഇതാ നിന്റെ കുഴപ്പം. പണ്ടെങ്ങാണ്ട് അവൾ അവന്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ 10 കൊല്ലമായിട്ട് അവള് നിന്റെ കൂടെ ജീവിക്കുന്നത്. ഒരാണും പെണ്ണും ഭാര്യയും ഭർത്താവുമായിട്ട് 10 കൊല്ലം ജീവിക്കാന്ന് പറഞ്ഞ് അതൊരു ചെറിയ കാലയളവല്ല. അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് അവൾ വിട്ടുപോന്നിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? എന്നിട്ടും ഇപ്പോഴും അവർക്ക് തമ്മിൽ പരസ്പരം മറക്കാൻ പറ്റാത്ത എന്താ? അമ്മേ, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് വീഞ്ഞു പോലെയാണ്. കാലം ചെല്ലും തോറും അതിന് വീര്യം കൂടും. കുന്തം, നിനക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിയാഞ്ഞിട്ടാ. ഏതു പെണ്ണും സാഹചര്യത്തിനനുസരിച്ച് മാറും, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. നിന്റെ മനസ്സിലെ മാറ്റം വരേണ്ടത്. നീ ഇപ്പോഴും അവളെ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടു തുടങ്ങിയിട്ടില്ല. അന്യ സ്ത്രീയെ പോലെ അവളോടുള്ള സമീപനം മാറ്റിയ ആ നിമിഷം അവള് നിന്റെ ഭാര്യയായിട്ട് മാറും. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്നേക്കാളും കൂടുതൽ കുറച്ച് ഓണം കൂടുതൽ ഉണ്ടവളാ ഞാൻ. നിന്റെ മനസ്സിൽ ഈ തോന്നൽ അവൾക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അമ്മ എന്തൊക്കെയാ അമ്മ പറഞ്ഞു വരുന്നത്? നീ ഒരു അന്യപുരുഷനാണെന്ന് തോന്നിയിരുന്നെങ്കിൽ അവള് നിന്നെയും മോളെയും ഈ വീടും വിട്ടു പോവുമായിരുന്നു. അവളത് ചെയ്യാത്തത് അവളുടെ ഉള്ളിൽ മോളോട് മാത്രമല്ല, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ. മോളോടുള്ള അവളുടെ കരുതൽ നീ കാണുന്നില്ലേ? എനിക്കുറപ്പാ അവൾ ഇനി എങ്ങോട്ടും പോവില്ല. അവളുടെ മനസ്സിൽ നീയും മോളും ഈ കുടുംബം അല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതാലോചിച്ച് പെരുമാറിയ നിനക്ക് കൊള്ളാം.